ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ഉച്ച വരെയുള്ള ഒരു ക്ലീനിങ്ങും അതുപോലെ കുക്കിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ കുറച്ച് വൈകിട്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറിയത്. എണീക്കാനൊക്കെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നെങ്കിലും ഫിദമോൾക്കും ഷബാസിനും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വൈകിട്ടാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ടും വെള്ളക്കടല കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാലഡിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഇനി ഉള്ളിയും തക്കാളിയൊക്കെ ആക്കിയിട്ട് മസാല ആക്കി ഇടണം. അപ്പോൾ ആ ഒരു പണിയേ ഉള്ളൂ. അപ്പോൾ നൂൽപുട്ടായതിന് ശേഷം കറീൻ്റെ പണിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഉള്ളിയൊക്കെ പൊളിച്ചിട്ടുണ്ട്. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാത്രം കഴുകുന്ന സമയത്ത് ഉള്ളീൻ്റെ തോലൊക്കെ ഞാനൊന്ന് റോസിനിട്ട് കൊടുത്തിട്ടുണ്ട്. റോസൊക്കെ മുട്ടും പൂവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസമായി ഞാൻ ഒന്ന് കളയൊക്കെ പറിച്ചൊന്ന് അടിയിളക്കി കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ഷബാസ് പോവുകയാണ്. അവൻ്റെ പതിവാണ് കേട്ടോ അത്. എവിടെ പോവുകയാണെങ്കിലും ഒരു ഉമ്മയൊക്കെ തന്നിട്ടേ പോവുള്ളൂ. പോവിന് ഫുട്ബോൾ ക്യാമ്പിന് പോവുകയാണ്. ഇനി ഒരുപാട് പണിയുണ്ട് കേട്ടോ. അടിച്ചു വരാനുണ്ട്, തുടക്കാനും, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഫിദമോൾ ഇതാ സൈക്കിൾ ഓടിക്കട്ടെ എന്ന് പറഞ്ഞ് സൈക്കിൾ ഓടിക്കണം. അവർക്ക് സ്കൂളില്ലാത്തതിൻ്റെ ആ ഒരു സങ്കടമാണ്. കുറേ ദിവസമായാലും സ്കൂളില്ലാതെ. ഷാഫ്ക പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം ഞാൻ ക്ലീനാക്കി കൊടുക്കും. ഫിദമോൾ വേഗം അടിച്ചു വാരി തുടക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ അടിക്കലും തുടക്കലും വൃത്തിയാക്കലും ഫിദമോൾ തന്നെ ചെയ്യും. അപ്പോൾ ഇന്നെന്തായാലും ഞാനും കൂടെ കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചെടി ഒന്ന് മാറ്റി നടാനായിട്ടുണ്ട് കേട്ടോ. നിറഞ്ഞ് മാറ്റി നടാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പുറത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ആ ചട്ടിയിലേക്ക് വേറൊരു ചെടി വെക്കാം. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ അകത്ത്. പിന്നെ നല്ല വെയിലുള്ള ദിവസം കേട്ടോ. ചെമ്പ്രമലയൊക്കെ കണ്ടില്ലേ, നല്ല തെളിഞ്ഞിട്ടുണ്ട്. മറ്റേത് അവിടെയൊക്കെ കോട മൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഫിദമോൾ വേഗം തുടക്കാനുള്ള പരിപാടിയിലാണ്. അകമൊക്കെ ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അകമൊക്കെ പെട്ടെന്ന് തുടക്കുന്ന സമയം കൊണ്ട് ഞാൻ അടുക്കള ഒന്ന് ക്ലീനാക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അടുക്കള ഒന്ന് തുടച്ച് സ്ലാബൊക്കെ ഒന്ന് തുടച്ച് അടുപ്പൊക്കെ ഒന്ന് തുടച്ചിടും. പിന്നെ പാത്രം കഴുകാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ വേഗം കഴുകി അവിടെയും കൂടെ ക്ലീനാക്കി കൊടുത്താൽ അവിടെ ഒക്കെ അടിച്ചൊരു തുടച്ചതിന് ശേഷം പാത്രമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചോളും. എന്നിട്ടാണ് കുക്കിംഗ് വീഡിയോ എടുക്കാനുള്ള പരിപാടി ഞങ്ങൾ പിന്നെ നോക്കുക കേട്ടോ. വേഗം ചോറും കറികളൊക്കെ വെക്കുന്ന സമയത്ത് അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ തീ കത്തിക്കണം, ചോറിന് വെള്ളം വെക്കണം. അപ്പോൾ ആ പരിപാടിയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും അല്ലേ തീ കത്തിക്കുന്നത്. ഞാൻ ചിരട്ടയിൽ കുറച്ച് ചാരാക്കും, വെണ്ണീരാക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് മണ്ണെണ്ണ ഒഴിക്കും. എന്നിട്ട് തീ വെക്കും കേട്ടോ. ഗ്യാസിൽ തീപ്പെട്ടി എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൽ നിന്ന് കടലാസ് കത്തിച്ചിട്ട് ചിരട്ടയിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചില്ലേ, ആ ചാരത്തിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കത്തും. പിന്നെ ചെറിയ ചെറിയ ചുള്ളികൾ ഇട്ട് കൊടുത്തിട്ട് കത്തിക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ ആദ്യം തറവാട്ടിലാകുന്ന സമയത്ത് പിന്നെ ഉമ്മ ഓല കൊണ്ടുവന്നിട്ട്, ഉണങ്ങിയ ഓല കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓരോ പിടിയായിട്ട് കെട്ടി വെക്കും കേട്ടോ. എന്നിട്ട് ആ ഓലക്കൊടി കൊണ്ട് നല്ല ഉണങ്ങിയ ചുള്ളലും ഉണ്ടാവും. ആ ഓലക്കൊടി ഇങ്ങനെ വിളക്കിൽ കത്തിച്ചിട്ട് ഞങ്ങൾ വെക്കും. അതിൻ്റെ മുകളിൽ ചെറിയ ചുള്ളികൾ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കത്തിപ്പിടിക്കും കേട്ടോ. അങ്ങനെയാണ് തറവാട്ടിലൊക്കെ അങ്ങനെയാണ്. ഉമ്മ ഓലക്കൊടിയൊക്കെ ഇങ്ങനെ കീറി വെക്കുന്നതുകൊണ്ട് ഞങ്ങൾ മണ്ണെണ്ണ ഒഴിക്കാതെയായിരുന്നു കേട്ടോ കത്തിച്ചിട്ടുള്ളത്. അപ്പോൾ പലരും പല രീതിക്കായിരിക്കുമല്ലോ തീ കത്തിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് കത്തിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതാ മത്തിയാണ് കേട്ടോ ഒന്ന് കിട്ടിയിട്ടുള്ളത്. കുറേ ദിവസമായിരുന്നു മത്തി വാങ്ങിയിട്ട്. അപ്പോൾ ഇന്നെന്തായാലും മത്തി മുളകിടണം. ഇവിടെ മത്തി കിട്ടി എല്ലാവർക്കും മുളകിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ അരച്ച് വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മത്തി വേഗം അങ്ങ് മുറിക്കട്ടെ. മത്തി ക്ലീൻ ചെയ്യാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോ ആക്കി ഇട്ടുവെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ആദ്യമൊന്നും അങ്ങനെ കറി വെക്കാനൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടാണ്, കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പഠിച്ചത്. ഇവിടെ ഷാഫ്ഖാൻ്റെ ഉമ്മയാണ് പഠിപ്പിച്ച് തന്നത് കറി വെക്കാനൊക്കെ. ആദ്യമായിട്ട് മീൻ കറി വെച്ചൊരു കഥയൊക്കെ ഉണ്ട് കേട്ടോ പറയുകയാണെങ്കിൽ. ഷാഫ്ഖാൻ്റെ ഉമ്മ, അവിടുത്തെ ഉപ്പാൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും മീൻ വാങ്ങും. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയി വരുമ്പോൾ വല്യപ്പ മീൻ വാങ്ങിയിട്ടാണ് വരിക. അങ്ങനെ ഒരു ദിവസം മീൻ കൊണ്ടുവന്ന് ഉമ്മ പണിക്ക് വന്നതാണ് കേട്ടോ. ഉമ്മ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്യപ്പ പറഞ്ഞു ഉമ്മ വരുമ്പോഴത്തേനും കറിയൊക്കെ വെച്ചോളി രണ്ടാളൊന്ന്.
അപ്പോൾ താത്താക്കും വെക്കാനറിയില്ല, എനിക്കും വെക്കാനറിയില്ല. ഏട്ടൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ വൈഫ് ഞാനെന്ന് പറഞ്ഞാൽ ഒരേ പ്രായമാണ്. ഞങ്ങൾ ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് വന്നവരാട്ടോ. അപ്പോൾ ഒരേ പ്രായം എന്ന് പറഞ്ഞാൽ 17 വയസ്സൊക്കെ ഉണ്ടാവുമെന്ന്. ആ ഒരു പ്രായത്തിൽ കറി വെക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഉമ്മ വരുമ്പോഴത്തേന് കറി വെക്കണം അല്ലോ. അപ്പോൾ ഞാൻ ചെറിയൊരു ഓർമ്മ ഉണ്ട്, എൻ്റെ ഉമ്മ മീനിൽ എല്ലാ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഗ്യാസിൽ വെച്ചിട്ട് അങ്ങ് തിളപ്പിച്ച് വെച്ചു. അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നൊരു മീനായിരുന്നു കേട്ടോ അത്. അപ്പോൾ അങ്ങനെ വല്യാപ്പോൾ അസുറസ്കാരം കഴിഞ്ഞ് വന്നിട്ട് വല്യാപ്പോൾ ചോദിച്ചു കറിയൊക്കെ വെച്ചോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ വല്യാപ്പോൾ കറിയൊക്കെ വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ വല്യാപ്പോൾ കറി തുറന്ന് നോക്കിയപ്പോൾ തുറന്നിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചൊന്ന് ഇളക്കി നോക്കി. അപ്പോൾ കറിയിൽ മുള്ള് മാത്രം, എല്ലാം ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വൈഫ് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കറി വെക്കാൻ അറിയില്ലാന്ന്. പക്ഷേ ഞാൻ അറിയില്ലെങ്കിലും ഒന്ന് വെച്ച് നോക്കിയതാട്ടോ. ആദ്യമായിട്ട് മീൻ കറി വെച്ച് എനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ എന്നെ ചീത്ത ഒന്നും പറഞ്ഞിട്ടോ. ഉമ്മയായാലും ഉമ്മ പണി കയറി വന്നപ്പോൾ പിന്നെ വല്യപ്പോൾ പറഞ്ഞിത്ര മീനൊക്കെ മുളകിട്ട് വെച്ചിട്ടുണ്ടെന്ന്. ഉമ്മ നോക്കിയിട്ട് ഉമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അന്ന് അതൊക്കെ കൂട്ടി എല്ലാവരും ഒന്നും മിണ്ടാതെ ചോറൊക്കെ തിന്ന്. പിറ്റേ ദിവസം ഉമ്മ ലീവായിരുന്നു കേട്ടോ. ഞായറാണ് തോന്നുന്നുണ്ട്. ഉമ്മ മത്തി വാങ്ങിക്കൊണ്ടുവന്ന് എന്നിട്ട് എന്നെയും താത്താനെയും അടുത്ത് വിളിച്ച് നിർത്തി. എന്നിട്ട് ഇതുപോലെയാണ് കറി വെക്കുക എന്നിട്ട് കാണിച്ചു നിന്ന് എനിക്ക് ഓർമ്മ ഉണ്ട്. ഉമ്മ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇങ്ങനെ ചതച്ചതല്ല കേട്ടോ, ചെറുതായി കട്ട് ചെയ്യുക. എന്നിട്ട് ഉള്ളി ഇടും, വലിയ ഉള്ളി ഇടും. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് വലിയ ഉള്ളി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് അതുപോലെ തക്കാളി ഇട്ട് എന്നിട്ട് നല്ല വഴറ്റി അത് വെന്തതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നല്ല വഴറ്റി പുളിവെള്ളം ഒഴിച്ച് എന്നിട്ട് മത്തി അതിലേക്കിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ച്. ഇന്ന് ഓർമ്മ ഉണ്ട് ഉമ്മ പറഞ്ഞു തന്ന ആ ഒരു റെസിപ്പി. പക്ഷെ ഞാനിപ്പോൾ പല വിധത്തിലും വെക്കും. അതാണ് നമ്മൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല അല്ലേ. അതുപോലെ ആദ്യമൊക്കെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ടാണല്ലോ നമ്മൾ മീനൊക്കെ പൊരിക്കുക. എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇതിലേക്ക് പല പൊടികളും എല്ലാം ചേർക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ വലിയ ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിച്ചതും ഒക്കെ ചേർക്കും കേട്ടോ. ഞാനിത് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കുക്കിംഗ് വീഡിയോയിൽ ഒരുപാട് എഡിറ്റ് ചെയ്ത് ഒരുപാട് കളയുന്നതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നിങ്ങൾ കണ്ടില്ല ആ മുളക് പൊടി ഇട്ടപ്പോൾ കുറച്ച് പോയത്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ തുടച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇത് വലിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് മീൻ കറീൻ്റെ കഥ കേട്ടില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒന്നും അറിയില്ല. അപ്പോൾ എല്ലാം നമ്മൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ കുക്കിങ്ങിൽ ഞാൻ ഒരുപാടൊന്നും കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയുന്ന ആളൊന്നല്ല ഞാൻ. എന്നാലും മോശമല്ലാതെ എല്ലാം കുക്ക് ചെയ്യുന്ന ഒരു വിശ്വാസം ഉണ്ട്. അതുപോലെ ഒരു എന്താ പറയുക ധൈര്യമുണ്ട് കേട്ടോ. കുക്ക് ചെയ്യാം, എന്ത് കിട്ടിയാലും ജസ്റ്റ് നമുക്ക് അറിയുന്നത് ചെയ്തെടുക്കുക. അത് എത്ര ആണെങ്കിലും പേടിയില്ല കേട്ടോ ചെയ്യാൻ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെയൊക്കെ പരീക്ഷണങ്ങളാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മാത്രം നമ്മൾ തേച്ചും മീൻ ഇപ്പോഴും ഞാൻ ചില ദിവസങ്ങളിൽ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. വലിയ ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിച്ചതും ഒക്കെ ഉണ്ടാവും, സുർക്കയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഒഴിക്കാൻ പറ്റാറില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ മഞ്ഞളും മുളകും ഉപ്പും തേച്ച് പൊരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ തക്കാളി വാടുന്ന സമയം നമ്മൾ ആ മുളക് പൊടിയും ഒക്കെ ഒന്ന് മീനിലേക്കുള്ള മസാലയൊക്കെ മീൻ പൊരിക്കാനുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചതുകൊണ്ട് നമുക്ക് തക്കാളിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിരുന്നല്ലോ. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതങ്ങ് ചെറിയ തീയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ കറി വെക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉലുവയിൽ വറവ് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ നമ്മളിത് വറവൊന്നും ചെയ്തെടുക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അഥവാ മുളകൊക്കെ കുത്തുന്നുണ്ട്, മുളക് കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഇനി നമ്മൾ മീനും കൂടെ ഇതേപോലെ അങ്ങ് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് കിണർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മീനിൽ നിന്ന് വെളിച്ചെണ്ണയിൽ ഞാൻ ഗ്യാസിൽ വെച്ച് റെഡിയാക്കുകയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഈ മീൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കിണറും ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ കിണർ പൊരിച്ച ചട്ടിയിലേക്ക് കുറച്ച് ചോറ് ഇട്ടിട്ട് ഇതാ ഷബാസ് മോനാണ്, ഓന് കൊടുക്കുകയാണ് ഞാൻ. ഓന് ഫിദമോൾ 2 പേർക്കും കൂടെ വാരി കൊടുത്തു കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്